വണ്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ടെസ്റ്റ് വാട്ടറാ? നമ്മളെ ബുദ്ധിയൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ ആദ്യമായിട്ട് പെടുകയാണല്ലോ. എല്ലാവരും പോണവരും വരുന്നവരൊക്കെ നമ്മളെ നോക്കുക. ഇനിയും യാത്രയിൽ ഇനിയും വണ്ടി ഇപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് ഓടിക്കുമല്ലോ. അപ്പോഴും ഇതിലെന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഞാനാണിത് തുറന്നു നോക്കൽ. പേടിച്ചിട്ട് ഓടിക്കാൻ കണ്ടിട്ടില്ലേ? പേടിച്ചിട്ട് ഓടിക്കുക. ഇപ്പോൾ 10 കിലോമീറ്റർ വന്ന് വീണ്ടും ഹിറ്റായി. ഇതിൽ ലീക്ക് എവിടെയും കാണുന്നുമില്ല. മേജറായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഗൈസ്. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഇന്ന്. സോ ഗൈസ്, ഡേ 11 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ് നമ്മൾ ഇവിടെ എത്തിയത്, രാമേശ്വരം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ അബ്ദുൽ കലാം സാറിൻ്റെ വീട് കാണാൻ വേണ്ടി പോകുന്നുണ്ട്, 2 ധനുഷ്കോടി. ഈ 2 കാര്യങ്ങളാണ് മേജറായിട്ട് നമുക്ക് ഈ രാമേശ്വരത്ത് വരുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് യാത്ര ഇന്ന് തന്നെ തിരിച്ച് നേരെ പോണ്ടിച്ചേരിയിലോട്ട് പോവുകയാണ്. നമ്മളെ വണ്ടിയെല്ലാം സെറ്റാണ്. നമ്മൾ ആദ്യം തന്നെ രാവിലെ 9 മണിയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലെ എണീച്ചിട്ട് ഒരു പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. അത് തീർക്കാൻ വേണ്ടിയിട്ട് 1 കുപ്പി വെള്ളം വാങ്ങിയിട്ടുണ്ട്. ഏതാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയത് കരുണ ഹോട്ടലാണ്. അപ്പോൾ എൻ്റെ ദോശയാണ് അണ്ണൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിനേറ്റവും ഭൂരിയുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഇവന് തീറ്റ തുടങ്ങിയോ? യു സെഡ് ഭൂരി? റിയലി? ഇവനാണ് അവനോട് ഭൂരിയൊക്കെ ഓർഡർ ചെയ്തിട്ട് പോയതാണ്. വന്ന് നോക്കുമ്പോൾ വെജിറ്റബിൾ റൈസ് അടിച്ച് കഴിച്ചത്. ഞാൻ ദോശയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ദോശ ഇപ്പോൾ വരും. രാവിലെ തന്നെ ചോറ് തിന്നാൻ മലയാളികൾക്ക് പറ്റൂല ഗൈസ്. എൻ്റെ ദോശ വരട്ടെ ഗൈസ്. ഇവിടെ നല്ല ഇലയിലൊക്കെ ദോശ വന്നിട്ടുണ്ട്. ഇല ഓക്കെ, താങ്ക് യു. നമുക്ക് ആദ്യം ഇല കൊണ്ടെന്ന് വെച്ച് അത് കഴുകിച്ച് ഇപ്പോൾ ദോശ ഇട്ട് ഇനി ചട്നി സാധനങ്ങളൊക്കെ വരണം. സാമ്പാർ തമിഴ്നാട്ടിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശക്കടയിൽ ചായ കിട്ടൂല. ഇവിടെ ചായ ഇല്ല. ആണോ? ഓംലേറ്റ് എടുക്കുമോ? 1 സൈഡ് എടുക്കുമോ? ഓംലേറ്റ് യു നീഡ് ഓംലേറ്റ്? ദോ ഓംലേറ്റ്, 2 ഓംലേറ്റ്. സിംഗിൾ 1 സൈഡ് 2. സാമ്പാർ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. നല്ല കിട്ടില്ല ഭക്ഷണം. ഇങ്ങനെ ചെറിയ ചെറിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫുഡായിരിക്കും. നമ്മളെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി ഞാൻ പറഞ്ഞ പോലെ നമ്മളെ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം എങ്ങനെയാണ് പോകാമെന്നൊന്നും അറിയില്ല, പോയി നോക്കട്ടെ. നമ്മൾ കണ്ടുപിടിക്കട്ടെ. നമ്മളിതാ വീട് കണ്ടുപിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയോ ആണെന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതന്നെയാണ് വീട് തന്നെയാണ്. പക്ഷേ എവിടെ പാർക്ക് വണ്ണും എന്നാണ് പാർക്കിംഗ് അവൈലബിൾ? ഓക്കെ, ഇവിടെ പാർക്ക് പണിയിട്ട് താൻ പോകണം. ഇതാണ് അബ്ദുൽ കലാം സാറിൻ്റെ വീട്. ഉള്ളോട്ട് നമുക്ക് ഷൂട്ടിംഗ് അലൗഡ് അല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടുന്ന് എടുക്കാം. ഗൂഗിൾ മാപ്പിൽ ഹൗസ് ഓഫ് കലാം എന്ന് കൊടുത്താൽ തന്നെ കറക്റ്റ് വീടിൻ്റെ മുന്നിൽ വരും കേട്ടോ. ഉള്ളിൽ വീഡിയോസ് അലൗഡ് അല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതാ 2010 ഇതായിരുന്നു അബ്ദുൽ കലാം സാറിൻ്റെ വീട്. ഇപ്പോൾ 2012 ആക്കിയപ്പം ഈ ഒരു ലെവലിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു പ്രസിഡൻറ്റിൻ്റെ വീട് ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. കാരണം പുള്ളി അത്രയും സിമ്പിളായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് പുള്ളി ജീവിച്ചത്. അതുതന്നെയാണ് പുള്ളീൻ്റെ വീടും പറഞ്ഞിരുന്നത്. ഹൗസ് ഓഫ് കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഒരു ബ്ലൂ കളറിലാട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. നമ്മൾ അബ്ദുൽ കലാം സാറിൻ്റെ വീടിനകത്ത് കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഷൂട്ടിംഗ് അലൗഡ് അല്ല. നമുക്ക് വേണമെങ്കിൽ കള്ളം കാട്ടിയൊക്കെ വീഡിയോ എടുക്കാം. ആസ് എ ഇൻഫ്ലുവൻസർ ഞാനങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളീനെ
കുറേ സർട്ടിഫിക്കറ്റ്, പുള്ളി അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ എണ്ണി എടുത്തു വെച്ചിട്ടുണ്ടൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ പുള്ളീൻ്റെ ബുക്സ്, പുള്ളി പിന്നെ ലോക നേതാക്കളെ കണ്ട ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പക്ക മെമ്മോറിയൽ തന്നെയാണ്. പിന്നെ എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ രാമേശ്വരം ധനുഷ്കോടി വരികയാണെങ്കിൽ ഇത് കൂടി കണ്ടിട്ടേ പോകാൻ പാടും. ഇതാണ് നമ്മുടെ എൻട്രി പോയിൻ്റ്. അതായത് ഇതുപോലത്തെ ഒരു ടിക്കറ്റ് ഉണ്ട് ഇവിടെ. 20 രൂപ നമ്മൾ കൊടുക്കണം, ബാക്കി 30 രൂപ. താങ്ക് യു അണ്ണ, താങ്ക് യു. അപ്പം ഇതിനപ്പുറത്തോട്ട് താമസവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എൻട്രി പോയിൻ്റ് കയറി ഇവിടെ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര വിശ്വാസമുള്ള. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, ഒന്നാമത് നമുക്ക് ടൈമില്ല, പെട്ടെന്ന് ധനുഷ്കോടി കണ്ടിട്ട് പോകണം. ഭയങ്കര രസമുള്ള റോഡാട്ടോ അങ്ങോട്ട് പോകുന്നത്. നോക്കി മരങ്ങളൊക്കെ റോട്ടിലോട്ട് വന്നിട്ടുണ്ട്, മേലെ നിന്ന് ഇങ്ങനെ. അത് കറക്റ്റ് ഒരു വെട്ടി ഷേപ്പിൽ വെച്ചിട്ടുമുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്. നല്ല രസമില്ലേ കാണാൻ? ഇവിടെ സ്റ്റോപ്പിംഗ് അലോഡല്ലാത്ത ഏരിയ ഒന്നുമല്ല, സ്റ്റോപ്പൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ പോകാൻ. നിങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ചെറിയ ഷോപ്പുകളുണ്ട്. ഇവർ രാവിലെ ഇവിടെ വരും, ഇവിടെ താമസിക്കും, എന്നിട്ട് വൈകിട്ട് തിരിച്ചു പോകും. ആ ഒരു സെറ്റപ്പാണ്. ഈ ഷോപ്പുകളിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, ഉച്ചക്കത്തെ ലഞ്ച് കിട്ടും, ഈവനിങ് സ്നാക്സ് കിട്ടും. ഏറ്റവും സ്പെഷ്യലായിട്ട് മീൻ പൊരിച്ചതില്ലേ, ഈ കടലിൽ തന്നെ ഒരു പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന മീൻ പൊരിച്ചത്, ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. നല്ല നല്ല മീൻ പൊരിച്ച സാധനങ്ങൾ ഈ ഒരു സൈഡിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഫലൂഡയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ ഈ കാണുന്നത്. ഇവർ രാത്രി ഇവിടെ തന്നെയാണ് താമസം എന്നുള്ളത് അറിയില്ല കേട്ടോ. കണ്ടിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നത് ഫുള്ള് മീൻ പൊരിച്ചാണ്. മീൻ പൊരിച്ചത്, വെള്ളം, അങ്ങനത്തെ സെറ്റപ്പാണ് ഈ കടകളിലൊക്കെ. അത്യാവശ്യം വിലയുണ്ട്, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മീൻ പൊരിച്ചതൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇതിനകത്ത് കിട്ടും. കണ്ടില്ലേ? എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഇവിടെ തന്നെ താമസം, കാരണം ബാത്റൂമും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് താമസം. ഇവിടെ നിന്ന് തന്നെ മീൻ പിടിക്കുന്നു, ഇവിടെ തന്നെ താമസിക്കുന്നു. ഇതാണ് ഐസ്ക്രീം വണ്ടി കേട്ടോ ഈ മുന്നിൽ പോണത്. പണ്ടത്തെ കുട്ടികൾക്കൊന്നും അറിയാത്തുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിലൂടെ റോഡും അപ്പുറത്തും ഇപ്പുറത്തും കടലും. അതിമനോഹരമായിട്ട് സെറ്റപ്പ്. ഞാൻ ധനുഷ്കോടി വരുന്നത് ഇതിന് മുന്നേ 2023 എൻ്റെ ഓർമ്മയിൽ. അന്ന് ധനുഷ്കോടി ഇത്ര സെറ്റപ്പ് അല്ലായിരുന്നു ഗൈസ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി ഇപ്പം കാര്യങ്ങൾ. ടൂറിസ്റ്റുകൾ വന്ന് ഇവിടുത്തെ ലോക്കൽസ് പഠിച്ചു ടൂറിസ്റ്റിന് എന്ത് വേണം, എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം. കാരണം ഇവിടെ ഇപ്പോൾ ഗൈഡുകളൊക്കെ ഉണ്ട്, പിന്നെ ഷോപ്പുകളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. പിന്നെ വൃത്തി എന്തായാലും ജനങ്ങൾ കൂടുമ്പം വൃത്തി കുറയും, അതുള്ളതാണ്. വൃത്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനി നിങ്ങൾ ട്രെയിനിലൊക്കെ വന്ന് രാമേശ്വരം ഇറങ്ങി ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബസ്സിലൊക്കെ ഇങ്ങോട്ടേക്ക് വരാം. അതുപോലെ അന്നൊന്നും ഞാനിവിടെ കടലിൽ ആൾക്കാരിങ്ങനെ കുളിക്കുന്നതൊന്നും കണ്ടിട്ടില്ലായിരുന്നു, കുറവായിരുന്നു. അപ്പോൾ അതാ ഇവിടെ ഒരു ബീച്ച് പോലെ സെറ്റപ്പ് ആക്കിയിട്ട് ആൾക്കാരൊക്കെ കടലിലോട്ട് ഇറങ്ങുന്നുണ്ട്. ആ ഒരു സെറ്റപ്പൊക്കെ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ബീച്ചിൽ കളിക്കുകയാണ് ആൾക്കാർ. ഇത് നേരെ നമ്മൾ മുന്നോട്ട് പോയിട്ട് ഒറ്റ ഡെഡ് എൻഡ് ഒരു 500 മീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ എൻഡാവും, റോഡിൻ്റെ എൻഡാവും. DGPയോ മറ്റോ ആരോ വന്ന് കിട്ടണം പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരെ പോയിട്ട് എൻഡാണ് ആ കാണുന്നത്, ഒരു സ്തൂപം കാണാം. ആ സ്തൂപത്തിൻ്റെ അവിടെ നിന്ന് സർക്കിൾ എടുത്ത് നേരെ തിരിച്ചു വരാം. ധനുഷ്കോടി കഴിഞ്ഞ്. ഓ ഗൈസ്, ഇന്ന് വൻ തിരക്കാണ് ധനുഷ്കോടി. അപ്പോൾ വി റീച്ച് ദ എൻഡ് ഓഫ് ഇന്ത്യ. പോലീസുകാർ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, നമുക്ക് വണ്ടി അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളിതാ വണ്ടി ഇവിടുന്ന് തിരിക്കണം, എന്നാലേ എന്നിട്ട് തിരിച്ച് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യണം. അതല്ലാണ്ട് വേറെ ഒരു ഇതും നമുക്ക് പോസിബിലിറ്റീസ് ഇല്ല ഇവിടെ.
ഒരു രക്ഷയില്ല. നമ്മളെ വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് ഹോൺ എന്തോ ഫ്രീ ഇട്ടാൽ വരിക, ഹോൺ ഇട്ടിച്ച് പൊള്ളിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നീല കടലായിട്ട്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഒന്നും ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകണം. ഓട്ടോറിക്ഷ അതുപോലെ നിങ്ങൾക്ക് വരാൻ പറ്റിയൊരു സംഭവമാണ്. രാമേശ്വരത്ത് നിന്ന് ഓട്ടോ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഈ ട്രെയിനിലും ബസ്സിലും കയറി വരുന്നവർക്കുള്ള കാര്യമായിട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളതാ എൻഡ് പോയിൻ്റ്, ഇന്ത്യയുടെ എൻഡ് പോയിൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നൊരു 50 മീറ്റർ നടക്കാനേ ഉള്ളൂ. ചുറ്റും ബത്തക്ക ഉണ്ട്, അതുപോലെ തന്നെ സുനീസ് വിൽക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങേണ്ടവർക്ക് അത് വന്ന് വാങ്ങാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ വിൽക്കുന്നതെന്ന്. അതായത് ഇവിടുത്തെ ലോക്കൽ മെയ്ഡ്, പിന്നെ മാല, അതുപോലെ ഈ ദൈവത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ, കല്ല്, ശംഖ്, അങ്ങനത്തെ ഐറ്റംസാണ് ഇവിടെ മാക്സിമം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ വെയിൽ കാരണം ഉണ്ടല്ലോ, ഇവിടെ നടക്കാൻ പോലും വയ്യ ഗൈസ്. അമ്മാതിരി വെയിലാണ്. ചൂടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെരുഞ്ചായി ചൂട് ഗൈസ്. ഇതിൽ ബത്തക്ക മേടിച്ച് കഴിക്കാം, വേറൊന്നും ഇന്ന് മേടിച്ച് കഴിക്കാൻ നമുക്ക് പറ്റില്ല. അതുപോലെ ഇവിടെ റേഞ്ച് ഉണ്ടോ എന്നുള്ള നിങ്ങളൊരു ചോദ്യം ഉണ്ടാവും. ലെറ്റ്സ് ചെക്ക്. നമുക്ക് ഇവിടെ ഒട്ടും റേഞ്ച് ഇല്ല ഗൈസ്. അപ്പം പൈസ ആയിട്ട് വരുന്നതായിരിക്കും ലാഭം. ആൻഡ്രോയിഡ് ആണെങ്കിൽ ഒരു പൊടിക്ക് കിട്ടും, എന്നാലും ഇൻ്റർനെറ്റ് വളരെ കുറവാണ്. സോ നമ്മളങ്ങനെ ദ എൻഡ് ഓഫ് ഇന്ത്യ അവിടെ എത്തിയിട്ടില്ല. ദ എൻഡ് അവിടെയാണ് വരുന്നത്. അവിടെ ജനങ്ങൾ കൊണ്ട് അടിയാണ്. ഞാൻ ഇവിടുന്ന് ദ എൻഡ് കാണിച്ചു തരാം. സോ ഇന്ത്യയുടെ എൻഡ്. ഇവിടുന്ന് ഒരു പാലറ്റ് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്, അവിടെ എത്തും. അവിടെ നിന്ന് കുറേ അങ്ങ് ദൂരെ പോയി കഴിഞ്ഞാൽ ശ്രീലങ്ക എത്തും ഗൈസ്. സോ ദ എൻഡിൽ നിന്ന് നമ്മൾ റിട്ടേൺ പോവാണ്. റിട്ടേൺ പോയിട്ട് വേണം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഗോസ്റ്റ് ഹൗസ്, അതായത് ഇവിടുത്തെ ഒരു പ്രേത ഗ്രാമമുണ്ട് ഇവിടെ, അത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പോണ വഴിക്ക് നമുക്ക് കാണിച്ചു തരാം ഗൈസ്. ഇവിടുത്തെ ചൂട് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബത്തക്ക, എങ്കിൽ നിന്ന് ബത്തക്ക മേടിക്കും. അവിടെ തണലുണ്ട്. അക്ക എവ്വളോ ചേഞ്ച് இருக்குமா? 500க்கு எத்தனை கிளாஸு தெரியாது. என்னோட 2 கிளாஸு, ஒரு 3 கிளாஸ் வேணா சில்லறை இருக்கு. தண்ணி எல்லாம் இருக்குமா? தண்ணி இருக்குமா இல்லையா? കുടിക്കവാ. അപ്പോൾ ദാ ഇവിടെ ബത്തക്ക കൊടുക്കുന്നുണ്ട്, പിന്നെ പൈനാപ്പിൾ, മാംഗോ, ഇത് പഴുത്ത മാങ്ങ. അപ്പോൾ ഏതായാലും ഒരെണ്ണം എടുത്ത് കഴിക്കാം. 100 ചേഞ്ച് ഉള്ളൂ, ബാക്കി നമുക്ക് ചേച്ചിക്ക് കൊടുക്കാം. അതാണ് ഓക്കേ. ഒരു ബത്തക്ക എടുക്കാം. സോ ഗൈസ്, വേർത്ത് ഒലിച്ചിട്ടുണ്ട് ചൂട് കാരണം. കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറി AC എങ്കിലും കൊള്ളേനും. ഇതൊന്നുമില്ല, ഇനിയും ചൂട് തന്നെ, ഒരു രക്ഷയില്ല. അപ്പം നമ്മളിനി ഗോസ്റ്റ് ടൗൺ കാണാൻ വേണ്ടി പോവാണ്. എൻഡ് പോയിന്റ് കണ്ടില്ല ഞാൻ, പിന്നെ ഒരു 3 വട്ടം ഞാൻ യൂട്യൂബിൽ കാണിച്ചുകൊണ്ടാണ് ഫുള്ളിരുന്ന് കാണിക്കാത്തത്. പിന്നെ ചൂട് കാരണം പറ്റുന്നുമില്ല. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മളിതാ ഗോസ്റ്റ് ടൗൺ എന്നറിയപ്പെടുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഇതുണ്ട് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ഇവിടുത്തെ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനും ഉണ്ടായിരുന്നു. അതുപോലെ ചെറിയൊരു ഗ്രാമം ഇതിന് ചുറ്റുപറ്റി ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളോട്ട് പോയിട്ട് പറഞ്ഞുതരാം. ആദ്യം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1964 ഇവിടെ എന്ത് സംഭവിക്കുന്നത്, സൈക്ലോൺ വരുന്നത്. സൈക്ലോൺ വന്നതിന് ശേഷം ഈ ഒരു ഗ്രാമം, അതായത് ധനുഷ്കോടി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം മൊത്തത്തിൽ ഇല്ലാണ്ടാവുമായിരുന്നു. ഇതിൽ പൊളിഞ്ഞ് തകർന്നു ആ സൈക്ലോണിന്. ആ സൈക്ലോണിൽ തന്നെയാണ് ട്രെയിൻ അപകടം ഉണ്ടാകുന്നത്, ഒരുപാട് പേര് മരിക്കുകയും ചെയ്തത്.
എങ്ങനെയാണ് ഗോസ്റ്റ് സിറ്റി എന്നുള്ള പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1964 സൈക്ലോണിന് ശേഷം കുറച്ച് പേരൊക്കെ ഇവിടെ ബാക്കി വന്നു. അതായത് അന്ന് ഇവിടുന്ന് പോയിട്ട് രാമേശ്വരത്ത് താമസിച്ചവരും അതിൻ്റെ അപ്പുറത്ത് താമസിച്ചവരൊക്കെ തിരിച്ച് വന്ന് കുറച്ച് കാലം ഇവിടെ വീണ്ടും താമസിക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് ഓരോ അസുഖങ്ങൾ വരിക, അതുപോലെ ഇവർക്ക് ഓരോ പ്രശ്നങ്ങൾ വരിക. അതായത് ഇവിടെ വന്ന് താമസിച്ചവരുടെ വീട്ടിലൊക്കെ പിന്നെ പ്രേതങ്ങളെ ശല്യങ്ങളുണ്ട് എന്നൊക്കെ ഇവർ വിശ്വസിക്കാൻ തുടങ്ങി. ഭയങ്കരമായ പ്രേതങ്ങൾ വരുന്നു അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവർ ഈ ഒരു നഗരം, ഈ ഒരു ചെറിയൊരു ഗ്രാമം മൊത്തത്തിൽ അബാൻ ചെയ്തിട്ട് ഇവിടുന്ന് പോവുകയാണ് ചെയ്തത് രാമേശ്വരത്തോട്ട്. പിന്നെ ഇവിടെ ആരും താമസിച്ചില്ല. അതാണ് യക്ഷീൻ്റെ ഒരു കഥ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ആ ഒരു സൈക്ലോണിൽ പിന്നെ പൊളിഞ്ഞു പോയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ആൾക്കാർ ചെറുതായിട്ട് വീണ്ടും ഇതുപോലത്തെ കുടിലുകൾ കെട്ടിയിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ കുടികൾ കെട്ടിയിട്ട്. കാരണം അവർക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു സൈക്ലോൺ ഉണ്ടാവുക എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഒരു വീണ്ടും അതുപോലെ താമസിക്കാൻ തുടങ്ങി. പണ്ടത്തെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാം. ഇതാ സൈക്ലോണിൽ സംഭവിച്ച ഇതാ നോക്കി ഫോട്ടോസ്. ഇതുപോലെയായിരുന്നു പണ്ട് പാലം. എൻ്റെ മോനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. ഗോസ്റ്റ് ടൗണൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മളൊന്ന് ഇറങ്ങുകയാണ്. നമ്മളെ കൈയൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ വേർത്തിട്ട് അമ്മാതിരി വെയിലും ചൂടാണ്, സഹിക്കാൻ വയ്യ. ഇനി നമ്മൾ നേരെ രാമേശ്വരം പോവാണ്. നമ്മൾ ഇന്നലെ എടുത്ത റൂം പിന്നെ നമ്മൾ ഇനി നേരെ തിരിച്ച് രാമേശ്വരം പോവാണ്. അവിടുന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നേരെ പോണ്ടിച്ചേരിക്ക് വിടണം. സോ ഗൈസ് ഇനി കുളിച്ച് ഫ്രഷായിട്ടൊക്കെ കാണാം. നമ്മൾ ധനുഷ്കോടി പോയി തിരിച്ചെത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മളൊരു യൂണിഫോം ടീഷർട്ട് ഇടുന്നത്. ഇതാ അതിനെക്കുറിച്ചൊക്കെ കാണിക്കാം. അതിന് മുന്നേ ഇതാ എല്ലാവരും ഹൈദരാബാദിൽ നിന്നാണ്. നെയിം നാഗേശ്വർ റെഡ്ഡി, ഷാൻവി, നിവിക, രാജുവേര്, സ്വാതി, അനിത, രമ്യ, അക്ഷര, സായി വിനീഷ, ദീപിക, അദ്വിക്, DJ ടില്ലു. ടിപ്പുഞ്ചായ റെഡ്ഡി. അപ്പോൾ ഇവരെല്ലാവരും ഹൈദരാബാദിൽ നിന്നാണ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ഓക്കെ അവർ ചാനൽ. അപ്പോൾ നാളെ ഇവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ എടുത്താണ്. സോ താങ്ക് യു. ഇതൊക്കപ്പുറം എങ്കിൽ പറയാം. വേറെ ആര് ഗോയിങ് ഫ്രം അരുണാചലം. ഓക്കെ. എൻ്റെയും അക്കീറിൻ്റെയും പുതിയ യൂണിഫോം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതൊക്കെ ഒരു 7 എണ്ണം അടിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇനി മുതൽ എല്ലാ ദിവസവും നമ്മൾ യൂണിഫോം ആയിരിക്കും. കേരള, ഭൂട്ടാൻ, നാഗാലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ പുറകിൽ അക്കീർ ക്യാൻ യു ഇവിടെ റെനി വ്ളോഗ്സ് കേരള, ഭൂട്ടാൻ, നാഗാലാൻഡ്. എൻ്റെ അതേപോലെ ക്യാൻ യു ഷോ ഗുഡ് യൂണിഫോം. ഞാൻ അവരോട് ഗുഡാണോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ പോണ്ടിച്ചേരിയിലോട്ടാണ്. അപ്പോൾ ഏകദേശം 430 കിലോമീറ്റർ ഉണ്ട്. രാത്രി എത്ര മണിക്ക് അവിടെ എത്തുമെന്നൊന്നും ഇപ്പം സ്റ്റാർട്ട് ചെയ്താലേ അവിടെ എത്തുള്ളൂ. ഇപ്പം ഉച്ചയ്ക്ക് 12:30 ആയി. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളെ യാത്ര തുടങ്ങുകയാണ്. യൂണിഫോം എങ്ങനെയുണ്ടെന്ന് പറയണം. നോക്കി വേർത്തിട്ട് ഇങ്ങോട്ട് ഒലിക്കുകയാണ് ഞങ്ങളിങ്ങനെ ചൂടെടുത്തിട്ട്. ഒരു രക്ഷയില്ല ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളോട് പറയാൻ മറന്നു പോയൊരു കാര്യമുണ്ട്. ഫ്യൂവൽ അവർ ജീപ്പ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ യാത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. കുറേ പേര് കുറ്റം പറയുന്നുണ്ട്. അത് നമ്മളിങ്ങനെ മൈൻഡാക്കുന്നില്ല. താല്പര്യമുള്ളവർ മാത്രം മതി, ഇഷ്ടമുള്ളവർ മാത്രം. സോ നമ്മളിതാ രാമേശ്വരം വിട്ട് പോണ്ടിച്ചേരി റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമ്മൾ രാമേശ്വരം എന്ന് പറയുന്ന നഗരത്തോട് വിട പറഞ്ഞു പോവുകയാണ്. പാമ്പം പാലത്തിലോട്ട് വീണ്ടും കയറിയിരിക്കുകയാണ്. ഇന്ന് കുറച്ചുകൂടി നല്ലൊരു വ്യൂ നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നല്ല വെളിച്ചമുണ്ട്. സൂര്യൻ അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾക്ക് കാണാം. ഇപ്പം 2 സൈഡും പിന്നെ കടലാണ്. കടലിൻ്റെ മേലെ കൂടെയാണ് നമ്മളെ ഒരു പാലം വരുന്നത്. ശരിക്കും രാമേശ്വരം ഒരു ഐലൻഡ് തന്നെ കേട്ടോ. ഈ ഒരു പാലമില്ലെങ്കിൽ നമുക്ക് രാമേശ്വരത്തിലോട്ട് വരാനേ പറ്റില്ല. ബോട്ടിലല്ലാണ്ട് റോഡ് മാർഗം വരുന്നത് ഇമ്പോസിബിളായിട്ട് മാറും. അപ്പോൾ കിഡിലൻ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ. കാരണം ഞാൻ ക്യാമറ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. അടിപൊളി.
നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 70 കിലോമീറ്റർ കഴിഞ്ഞ്. ഓ ക്യാമറ കിടന്ന് ആടുകയുള്ള വയസ്സ്. അപ്പം ഇനി 162 ഈ റോഡിലോട്ട് കയറി, കാരക്കൊടി പോണ്ടിച്ചേരി റോഡിലോട്ട് കയറി ഞാൻ 162 കിലോമീറ്റർ സ്ട്രൈറ്റ് വിട്ടോളാനാണ് പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ്ട, ഈ റോട്ടിൽ ഇങ്ങനെ പിടിച്ചോളാനാണ് പറഞ്ഞത്. ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ച് വലിയ ഹൈവേ ആയിരിക്കും, 4 ലൈൻ. അതില്ല, നമ്മളെ നാട്ടിലത്തെ പോലെ സാധാ റോഡാണ്. പക്ഷേ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളവും തിരിവൊക്കെ കുറവാണ്, വണ്ടിയും വല്ലാണ്ടില്ല. നമ്മളെ നാട്ടിലത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമ്മുടെ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺ ടു ടൗണാണ്, ഇങ്ങനെ ടൗണാണ്. റോഡ് മൊത്തം ടൗൺ ആയതുകൊണ്ട് പറന്ന് പോക്ക് കിടക്കില്ല. പുതിയ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും. അപ്പോൾ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് നല്ല നാട്ടിലുണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ഈ 2 സൈഡും ടൗണായിരിക്കും. ഇവിടെ കുറേ സ്ഥലം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു, വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല ചൂടാണ്. പക്ഷേ പുതിയ ജേഴ്സി ഇട്ടതിന് ശേഷം നല്ലൊരു സുഖമുണ്ട്. കാരണം ഈ ജേഴ്സീൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റുള്ളിലോട്ട് കയറും. നല്ല സുഖത്തിൽ കാറ്റൊക്കെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്, നല്ല രസമുണ്ട്. വണ്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഓ man, no water. You open it? You didn't close it. No, I close it. Shit. No, I closed it properly earlier. Coming from there also. Not from here. Wait. പടച്ചതമ്പുരാനെ. From there, right? പോകതാ ഇവിടെ നിന്നൊക്കെ പുക വരുന്നുണ്ട്. എൻജിൻ? Don't say engine, bro. See, from engine only that coming. I think very hot. Okay. Don't touch. പഠിച്ചനെ ഇതൊന്നും ആവരുതേ. എന്തെങ്കിലും പ്രശ്നമാണ് പെട്ട് നമ്മൾ ഈ റോട്ടിൽ ഇതാ എവിടെയാണെന്നും കൂടി അറിയില്ല. You just take that cloth. Where's that cloth? Morning I checked, it was water. ഞങ്ങൾ രാവിലെ വെള്ളമൊക്കെ ചെക്ക് ചെയ്തതാണ്. Slowly, okay? Don't, okay? No water? No water. Seriously? Yes. How? ഇതിൽ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. ടേക്ക് വാട്ടർ. ഞങ്ങൾ രാവിലെ മൊത്തം എന്നും രാവിലെ എണീറ്റിട്ട് എഞ്ചിൽ not this man, take that big one. See this guy. This is not our stomach, this is big stomach. But something is smelling very bad. That is bad, man, for us, very bad actually. Yeah, very bad. See this, take this. But morning we checked water was there, right? Yes. നട്ട് റോട്ടിലാവാനാണ് ചാൻസ് കൂടുതൽ. ഫുള്ള് പുകയൊക്കെ വന്ന്. Just put like this. Yes. If speed also no problem, right? No problem. വെള്ളം കുറച്ച് പുറത്തു പോയാലൊന്നും കുഴപ്പമില്ല. See nothing, there is no water. എൻ്റെ പടച്ചോനെ. Trip cancel. Wait, don't go there, don't go. ഒരു സാധനം അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് തെറിച്ച് ഗൈസ്. എന്താ സംഭവിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല. ഓക്കെ പോക. വെയിറ്റ്. നമ്മളെ വണ്ടിയിൽ കൂളൻ്റ് ഇടയ്ക്ക് ഒഴിക്കണം, പക്ഷെ കൂളൻ്റ് ഒന്നും ഇല്ല നമുക്ക്. I thought you were stopping for rain. But how?
ഐ ഡോണ്ട് നോ മാൻ. ഞങ്ങൾ ഇന്ന് രാവിലെ മൊത്തം ചെക്ക് ചെയ്താണ്. പുട്ട് വാട്ടർ മോർ. ഐ തിങ്ക് ആഫ്റ്റർ സം ടൈം. വെയിറ്റ് ഓക്കെ. ടു ഹോട്ട്. Guys, please cut this. Don't let anything happen. ആ തണ്ണി ഊത്താതെ തണുത്തതൊക്കെ അപ്പുറം എന്നാ ചില്ലായിക്ക് അപ്പുറം എന്നാ. Down. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു 10 നിമിഷം എടുക്കും അല്ലേ? എന്താ മാതിരി എங்கே കൂളൻ്റ് കിടക്കുമാ? എங்கே കിടക്കൂ? ടൗണിൽ தான் போனோம். கீழே இறங்கணும். சர்வீஸ் ரோடா? ஆ. எத்தனை கிலோமீட்டர் இருக்கும்? நான் போக முடியாதுல்ல, இதுக்கு நடந்து தான் போனதா? தண்ணியே இல்லையே. ഇന്ന് രാവിലെ தான் பார்த்தேன் രാമേശ്വരത്ത് നിന്ന്. இப்போ எங்க இருந்து வருது வண்டி? രാമേശ്വരം. ராமேஸ்வரம் இப்பதான் பாக்குறியா? രാവിലെ பார்த்தேன் ஃபுல் இருந்தேன். ഇപ്പം தெரியாது எப்படி இந்த வரையாச்சு. பார்த்து எவ்வளோ நேரம்? ഒരു 10 minutes. 10 minutes தானா? ഇത് രാവിലെയാ? 12 o'clock 12 മണിക്ക്. ஃபர்ஸ்ட் ஃபுல்லாக டஸ் ஆயிரம் வச்சுதானே. ஆயிட்டே அந்த மாதிரி பூத்திரி மாதிரி போயிட்டே ஃபுல். थोड़ा ठंडा. கூலன் चाहिए. கூலண்ட் ஆயில் ஊற்றி பண்ணல. ஏன் இப்படி என்ன ப்ராப்ளம் தெரியாது, ஃபர்ஸ்ட் டைம் தான் இந்த மாதிரி. ஏதோ ப்ராப்ளம் இருக்கு, ஏதோ ஓப்பன் இருக்கு. ரேடியேட்டரு கம்ப்ளைண்ட் இருக்கா? இருக்கா? கம்ப்ளைண்ட் இருக்கா? Complain? റേഡിയേറ്റർ ഓട്ടോ കിടക്കുമാ? കൂളൻ്റ് ഓയിലേക്ക് വാങ്ങുന്നதுக்கு என்ன வேணும்? ഓട്ടോ കിടക്കുമാ? ഇங்கே கிடைக்கும். கூலண்ட் ஆயில் தானே? കൂളൻ്റ് கூலண்ட் ஆயில் என்ன கூலண்ட் ஓயில் இல்லை, கூலண்ட் பச்சை கலர் தானே? அது அதுக்கு பேர் கூலண்ட் ஆயில். கூலண்ட் ஆயில் ஒன்றுமே தெரியாது. அது வாங்கணும். ஓட்டோ கிடைக்குமா இங்கே? ஆட்டோவா? அங்கே போதிருக்கு. அதுக்கு தான் ഗൈസ് ഒരു അണ്ണൻ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ച് ഗൈസ്. എനിക്കറിയൂല, ആദ്യമായിട്ടാണ് വണ്ടിയിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ ABCD അറിയില്ല. അണ്ണൻ നല്ല മനുഷ്യനാണ്. പിന്നെ കൂളൻ്റ് ഓയിൽ വാങ്ങാൻ പോയിക്കിന്. ഇനി അവനെ മേടിച്ച് വന്നിട്ട് കൂളൻ്റ് ഓയിൽ കൂടി ഒഴിക്കാം. എന്തായാലും ആ പൊട്ടിത്തെറിച്ച് അതിൻ്റെ അമ്മ ഇപ്പോഴും ബേജാറും അറിയില്ല. ഇതുണ്ടാവും എപ്പോഴും പുകയും അതിൻ്റെ ഉള്ളിൽ. അപ്പം വെയിറ്റ്. സോ ഗൈസ് ഇതാ കൂളൻ്റ് ഓയിൽ മേടിച്ചിട്ട് അണ്ണനും അക്കീറും തിരിച്ചെത്തിയിട്ടുണ്ട്. ഓയിൽ ഓൾസോ? Everything. Not oil. Yeah, steering wheel. Power steering wheel. Keep on. ഓക്കെ. അപ്പം ഇപ്പോൾ ഒഴിക്കാൻ പറ്റുമോ? അറിയില്ലേ? ഊത്ത് മീ ഓർ യു ട്രൈ ദെൻ. ഗൈസ് ഒരു വട്ടം പൊട്ടിത്തെറിച്ചുകൊണ്ട് I think the music also. I don't know what's happening. You just put it. Just travel. ഞങ്ങൾക്ക് ഒരു കുന്തും അറിയില്ല കേട്ടോ ജീപ്പിനെ കുറിച്ച്. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് ഈ ജീപ്പാണ്. വാട്ടർ ഇங்கே இருக்கு. கம்மி இருக்கா? വലുത് ഇருக்கு. ഇത് ടെസ്റ്റ് വാട്ടറാ? ഇതല്ലേ കൂളൻ്റ് അല്ലേ? കൂളൻ്റ് എங்கே இருக்குடா? ഞാൻ ഇതിപ്പോ ഓക്കെ ഗൈസ് ഒന്നും വായിച്ചു നോക്കാതെ ഒഴിച്ചേനെ ഇപ്പം പെട്ടെന്ന്. ഇത് കൂളൻ്റ്. ഓക്കെ ഇപ്പം എല്ലാം മുടിഞ്ഞേനെ. ഓക്കെ കൂളൻ്റ് ശരിക്കും പച്ചക്കളറാണല്ലോ. ഞാനെന്തും മണ്ടന. ശരിക്കും നമ്മളെ ബുദ്ധിയൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ ആദ്യമായിട്ട് പെടുകയാണല്ലോ, അതുകൊണ്ട്. ഇല്ല.
ബാക്കി ഇത് ഒഴിക്കലാണ്. கொஞ்சம் லேட் ஆகட்டும், இருக்கட்டும். இருக்கட்டும் அண்ணே. Still hot, right? ஸ்டில் ஹாட். ஓவர் ஹீட். இதே இப்படியே நீ ஓட்டிங்கன்னா ஒரு 1 கிலோமீட்டர் 1-2 கிலோமீட்டர் போயிட்டேன்னா இன்ஜின் சீசா. ஓ Overheating. வண்டியை காண போகிற ஊற்றுனேன் பாரு, காணா കാണണം അതും പോച്ചാ. உள்ளே போயிடல. ചോദിക്കുന്നതൊക്കെ ഉള്ളോട്ട് പോവാന്നാണ് പറയുന്നത്. யாரு I hope there is no leakage in the engine. ലീക്കേജ് ഇല്ല. ஒரு 20 மினிட்ஸ் அதுக்கப்புறம் தான். அதுக்கப்புறம். ஓகே ம், ஓகே அண்ணா போகிறேன். தேங்க்யூ அண்ணா. தேங்க்யூ அண்ணா. சாப்பிடணும். ആ പരവാല്ലേ அது ஓகே. ഈസ് ഗോയിങ്. താങ്ക് യു. മൂപ്പര് എല്ലാം റെഡി ആവുന്ന പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ കുറഞ്ഞിരിക്കണ്. അപ്പം ഉച്ചക്കത്തെ ലഞ്ചും ഒന്നുമില്ല ഗൈസ്. ഇനിയിപ്പോൾ ടെൻഷൻ ഇനി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇനി വണ്ടി ഓടിക്കുമ്പോൾ ഇതിപ്പോൾ ഓഫ് ആവോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് വേണം ഇനി വണ്ടി ഓടിക്കാൻ. ഞങ്ങളിത് അവിടെ സീറ്റൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കണ്. ഇവിടെ ഇരിക്കാം. ഇതാ പഴം കഴിക്കട്ടെ. വാട്ട് വി ഡു? സിറ്റ്. ഇത് പഴുത്തിട്ടില്ലടാ. പഴുത്തിട്ടില്ല. Very sweet. വെരി സ്വീറ്റ്. നാ നോട്ട്. Ready to eat. No, that's good. എല്ലാവരും പോണവരും വരുന്നവരൊക്കെ നമ്മളെ നോക്കുക. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല. ഇനി ഇത് മൊത്തം തണുക്കട്ടെ, അതിനുശേഷം നോക്കാം. വി ആർ ഇൻ. ഇത്ര റെസ്പോൺസ് എനിക്ക് ജീവിതത്തിൽ എവിടെയും കിട്ടിയിട്ടില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാം, വെള്ളം തീർന്നിട്ടാണ് സംഭവിച്ചതെന്നുള്ളത്. ഇനിയുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് അറിയാത്തതാണ് പ്രശ്നം പറ്റി. വെള്ളം ഒഴിക്കണം എന്നുള്ള ആ പ്രൊസീജിയർ അറിയാം. ഇനിയും യാത്രയിൽ ഇനിയും വണ്ടി ഇപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് ഓടിക്കുമല്ലോ, അപ്പോഴും പിന്നെ എന്തെങ്കിലും പറ്റുമോ എനിക്കറിയേണ്ടത്. ഈ ലീക്കിൻ്റെ റീസൺ എന്താണെന്ന് അറിയേണ്ടത്. അതായത് വെള്ളം തീർന്നു പോകാനുള്ള കാരണം. രാവിലെ നമ്മൾ ചെക്ക് ചെയ്ത് ഇറങ്ങിയാണല്ലോ. അങ്ങനെ നമ്മളെന്താക്കി, പിന്നെ ഇപ്പം ഒരുപാട് പേര് മെസ്സേജ് അയച്ച് വിളിച്ച്, അപ്പം എല്ലാവരും പറഞ്ഞു 1 മണിക്കൂറുള്ളൂ. അപ്പം ഇവിടെ 1/2 മണിക്കൂറായി നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു 1/2 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, അതിലോട്ട് വെള്ളവും കൂളൻ്റൊക്കെ ഒഴിക്കുക. എന്നിട്ട് പിന്നെ ഇത് പണിയെടുത്ത KM ഗാരേജിൽ നിന്ന് തന്നെ പുള്ളി എന്നെ വിളിച്ചു. അപ്പോൾ പിന്നെ അതിന് ശേഷം വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കണേ. എവിടെയെങ്കിലും ലീക്ക് ഉണ്ടാവാനാണ് ചാൻസ്, ഇല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ തീരാൻ ചാൻസ് ഇല്ല എന്നാണ് പുള്ളി പറയണത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഒരു 1/2 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള സെറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് അക്കീർ ഇതാ അവിടെ വീഡിയോ എഡിറ്റ് ചെയ്യണേ, ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട്. ചെക്കൻ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ, ഓന് ഒരു ടെൻഷനും ഇല്ല. പിന്നെ ഇതൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ആയതുകൊണ്ട് എനിക്ക് വലിയ ഇത് തോന്നില്ല. തമിഴ്നാടൊക്കെ ആയതുകൊണ്ട്. വേറെ ഏതെങ്കിലും അള്ളിയിലൊക്കെ ആണെങ്കിലാണ് നമുക്കൊരു പേടിയാവുക. കുഴപ്പമില്ല, അപ്പോൾ സെറ്റാവട്ടെ ഗൈസ്. ഏകദേശം ഇപ്പോൾ ഒരു 50-55 മിനിറ്റായി. വണ്ടി നമ്മളിവിടെ ഓഫാക്കിയിട്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് എന്താക്കാം, ആദ്യം വെള്ളം ഒഴിക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. Bro, you know how to do it? I know, man. I am very good. You know, but earlier what? Earlier, I don't know. Now I know. You Naga boy, you know everything. You know everything. You are using car for the past how many years? 7, 8 years, 10 years. No, there is no coolant in car, man. Huh? No, we have to, don't want to check every day. There is no coolant in car? There is coolant, but we don't want to check every day. ഇതിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് കേട്ടോ. Man, nothing inside. Wait, nothing. We add this also, right? Yes. Coolant water also.
ഇതിൽ ലീക്ക് ഉണ്ടെങ്കിലാണ് പ്രശ്നം, ലീക്ക് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഫുൾ കറുത്തേക്കാ അല്ലേ? ഫുൾ Full कर दो. there is any leak problem, otherwise no issues. ഇത് അണ്ടാക്കിലോട്ട് ഒഴിച്ചിട്ട് തീരുന്നില്ലല്ലോ ഗൈസ്. ഇത് ഒഴിച്ച് This guy, he knows everything. You know what? When I bought the distilled water, when I bring the distilled water, he was going to put that distilled water in the radiator. still man. Water. ഇത് ഫുള്ളാവുന്നില്ല, നോട്ട് ഗെറ്റിംഗ് ഫുൾ മാൻ. You see any leakage? I think no leakage. മോർ വാട്ടർ ഗൈസ്. ഇതുണ്ടോ, ഇനിയും കുറേ ഒഴിക്കണം. സോ ഗൈസ് ഇതാ ഫൈനലി നമ്മളിത് ഫുൾ ഒഴിച്ചിട്ടുണ്ട്. നൗ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ച് വെക്കാൻ. ഐ തിങ്ക് വാട്ട് ഐ തിങ്ക് ഓക്കെ ഗൈസ്, ഇതിലെന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഞാനാണിത് തുറന്നു നോക്കൽ, പക്ഷെ ഇന്ന് ഇവനാണിത് തുറന്നു നോക്കിയിട്ട് ഇവനിത് ഫുൾ അടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ദിസ് ഇസ് ഓൺലി മൈ ഡൗട്ട്. ഓക്കെ, ടുഡേ യു ഓപ്പൺഡ് ബട്ട് യു ഡോണ്ട് ക്ലോസ് വെരി വെൽ. I close very well. ഓക്കെ then no problem. I check. See, when we open, this is like this. Now well tight. It was like this when I opened. No. It was very tight, man. How can I then? No. I have video with me. Guys, ഇപ്പോഴാണിത് കറക്റ്റ് ടൈറ്റ്. സ്റ്റാർട്ട്. You don't want to start. So let's start the gin. Okay. No, carry. न्यूट्रल डालो, स्टार्ट करो समथिंग. ഓരോരുത്തർ പ്രാർത്ഥിക്ക്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മളെന്തായാലും നമ്മളെ KM ഗാരേജിലേക്ക് വിളിച്ചു നോക്കട്ടെ. നമ്മളിത് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കട്ടെ ഗാരേജിലുള്ള ഒരു വ്യക്തിക്കാണ്. അപ്പോൾ ഇതിൽ ലീക്ക് ഉണ്ടാവുന്നതാണ് പുള്ളി പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. പക്ഷെ കണ്ടിട്ട് ലീക്കൊന്നും കാണില്ല. ഹലോ, അക്കീർ നോ ആക്സിലേറ്റർ. ഫുൾ ഒഴിച്ച് ഇപ്പോൾ സ്റ്റാർട്ടായി. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എവിടെ ലീക്ക് നോക്കണ്ടേ? ക്ലോസ്. സോ ഗൈസ്, നമ്മൾ വണ്ടി എടുത്ത് പോകാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ റീസൺ തന്നെയാണ് സംഭവിക്കാൻ ഒരു 95%. ഇവൻ ഇത് മര്യാദയ്ക്ക് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു തന്നെ. വേറൊന്നും എനിക്കിതിൽ തോന്നുന്നില്ല സംഭവിക്കാൻ ഉണ്ടെന്നുള്ളത്. ഉണ്ടോ, എൻ്റെ ഫോൺ അടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. അത്രക്കും ആൾക്കാർ വിളിക്കുന്നുണ്ട്. പിന്നെ 1-2 പേര് ഞാൻ എടുത്തേക്കണ്, ബാക്കിയുള്ളവർക്ക് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി എടുക്കാൻ പോവാണ്. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിച്ചിട്ട് ഓടിക്കാൻ കണ്ടിട്ടില്ലേ, പേടിച്ചിട്ട് ഓടിക്കുക, ഒന്നും പറ്റല്ലേ എന്നുള്ള രീതിയിൽ അല്ലേ. ഞാനെന്താണ് ഉദ്ദേശിക്കണേ, ഇനി വലിയ എന്തെങ്കിലും മേജർ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ
ഈ തമിഴ്നാട് കഴിഞ്ഞാട്ടി മുന്നേ സംഭവിച്ചോട്ടെ. എന്തറിയോ, നമ്മളെ കേരളം എടുത്താണ്, എത്രയും പെട്ടെന്ന് അവിടെ എത്താം. പിന്നെ ഇവിടെയൊക്കെ സഹായിക്കാൻ അണ്ണനമാരി ആരെങ്കിലുമൊക്കെ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിയാണ്, സഹായിക്കാൻ ആരും വരൂല എന്നല്ല, എന്നാലും ഇതാ നമ്മളെ പുരേൻ്റെയൊക്കെ എടുത്താണല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും ഓടിച്ചു നോക്കട്ടെ. ഞാൻ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ. इधर पूरा डस्ट है, क्लीन करो. I know. So I asked them. So guys, air not working. So guys, നമ്മൾ ഒരു 10 കിലോമീറ്റർ വന്ന് വീണ്ടും ഹിറ്റായി. ഇതിൽ ലീക്ക് എവിടെയും കാണുന്നില്ല. അപ്പം ഗാരേജിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഈ റേഡിയേറ്ററിൽ ഫുള്ള് പൊടി കുടുങ്ങിയാലും പ്രശ്നമുണ്ട്, അപ്പം അടിച്ച് ഇവിടെ വൃത്തിയാക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പറ്റുക, ഇത് തുറന്നു നോക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് ചൂടാറണം. അണ്ണാ, ഇங்கே കുറച്ചു தண்ணி அடிக்கணும். தண்ணி அடிக்கிறீங்க வாட்டர் சர்வீஸ் யாரும் இல்லை. நீங்கள் டூ வீலர் வாட்டர் சர்வீஸ் போகலாம். எத்தனை கிலோமீட்டர்? அதில் எங்கேருந்து அடிக்க முடியுமா? கொஞ்சம் அடிக்க முடியாது. ஓனர் கேட்காம எதுவுமே செய்ய முடியாது. கொஞ்சம் தண்ணி அடிக்கிறதுக்கு ஓனர் கேட்குமா? கால் பண்ண முடியுமா? வருவார், ஓனர் வருவார். வெயிட் பண்ணுங்க, கேட்டேன்னா போகும். ஓகே டீ ஓகே ஓகே. எல்லாமே சுற்றி கேமரா, 25 கேமரா. பரவாயில்ல. தெரியும் அண்ணா, சாரி. அவள் வந்தால் நல்லா வாட்டர் சர்வீஸ் பண்ணுங்க, நல்லா பண்ணுங்க. வாட்டர் சர்வீஸ் இல்லையே, இல்லை கம்ப்ளைண்ட். கம்ப்ளைண்ட் தான். வாட்டர் சர்வீஸ் பண்ணுங்க. அங்கே ஒன்றும் வெள்ளம் அடிக்காது. இங்கே இது ஓவர் ஹீட் ஆகிட்டு இருக்கு. இது பதிவாதா இல்லை எப்படி? இல்லை, நம்ம வந்து யூடியூப் தான். இது வந்து எங்கேருந்து வரையா? யூடியூப் கேரளாவுன்னு. கேரளா வந்து யூடியூப் சேனல் தான். நோ, இப்போ நாகாலாந்து போகிறேன். நாகாலாந்து தெரியுமா? ஆமாம். அங்கே போயிட்டு இருக்கு. ഇത് ഓപ്പൺ പണി தான் നോക്കണം. ഓപ്പൺ பண்ணும்போது ஓனர்ஸ் கம்மிங். ஓகே, வீடியோ எடுக்கலாம், கறங்கலாம், நல்லா இருக்கும். ஆனால் அது போயிட்டு போகுது. இது ஒன்று கிடைக்குமா? அது கிடைக்குமா? பழசந்தான் கிடைக்குமா? அது ஆனால் கேமரா இருக்கு உங்களுக்கு. இந்த மாதிரி கேமரா வேணுமா? ഇപ്പം ഇവിടെ ചളി കൂടാനാണ് ചാൻസ്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുന്നത്, ഒന്ന് വൃത്തിയാക്കാനുള്ള പരിപാടിയാണ്. Now every tooth is coming in Hindi. வீடியோ ஓடிட்டுருக்கா? வீடியோ ஓடிட்டு தான் இருக்கும். இதில் இது கட் பண்ணும், எடிட் பண்ணும், அதுக்கப்புறம் தான் வரும். நல்ல பாகங்கள் இல்லையா, அது போடும். இது இப்போ என்ன தெரியல, இப்போ உங்கள் ஹெல்ப் பண்ணதில்ல, கேரளாவில் யார் காணும்போது ஓ இங்கே நல்ல மனுஷனாக இந்த மாதிரி. நீ எனக்கு கேமரா மைக் மட்டும்தா, ஒரு மைக். அண்ணா என்னண்ணா அப்படி பண்ணுறீண்ணா? ஃப்யூச்சரில் தரும் போனா நீ ஏதாவது பழசில் மைக் இருந்தால் சொல்லலாம். இல்லை அண்ணா, ஒன்றும் தான் இல்லை. வாஷிங் ஓகே. No speed. Enough speed. पावर चाहिए ना? ரொம்ப நாள் ஆச்சுங்க பார்த்து. 6 மாதம் ஆச்சுங்க. நாள் பாப்பா வைக்கல. നമ്മളിതാ വണ്ടി മൊത്തം വെള്ളം അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മറ്റേ അണ്ണൻ ഒരു നമ്പർ തന്നിട്ടുണ്ട്. കാരക്കുടി ഒരു വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇനി 20 കിലോമീറ്റർ ഉണ്ട് കാരക്കുടി പോയിട്ട് ഇത് കാണിക്കാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് പോണ്ടിച്ചേരി എത്തുന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ബാക്കിയൊക്കെ പോണേക്ക് നോക്കാം. സോ അണ്ണാ, താങ്ക് യു അണ്ണാ. ഞങ്ങൾ
പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഞങ്ങൾ കാരക്കുടി വന്നിട്ട് വർക്ക്ഷോപ്പ് കാണിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. വണ്ടി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്തായാലും പോണ്ടിച്ചേരിക്കാണ് പോണത്. അപ്പോൾ ഇവിടുത്തേനെക്കാട്ടി കുറച്ചുകൂടിയും സെറ്റപ്പ് പോണ്ടിച്ചേരി ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പോണ്ടിച്ചേരി നാളെ കാണിക്കാം വണ്ടി വർക്ക്ഷോപ്പിൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോണത്. പക്ഷെ പോണ്ടിച്ചേരി എത്തുമോ ഇല്ലെന്ന് അറിയില്ല. അല്ല, നമ്മൾ ഓടിച്ചെത്തും. പക്ഷേ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വഴി കിടക്കേണ്ടി വരും. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നിങ്ങൾ കണ്ടല്ലേ, 8 മണിക്കെങ്ങാനുമാണ് കഴിച്ചത്. അതിനുശേഷം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ സമയം 4:30 കഴിഞ്ഞ് 4:44 അപ്പോൾ എന്തെങ്കിലും കഴിക്കും വേണം, വിശക്കണമുണ്ട്. അപ്പോൾ എല്ലാ കൂടി അടിപൊളി ദിവസമായിരുന്നു. കുഴപ്പമില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് കരുതുന്നു. അങ്ങോട്ട് പോകുന്നു. മേജറായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് കേസ്. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ്. ഇന്ന് നിന്നിട്ടില്ല, കൂളന്നെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒഴിച്ചതിനായിട്ട് ഒരുപാട് താഴെയാണ് കാണുന്നത്. അപ്പോൾ പെട്ട് അക്കീർ വെള്ളം എടുക്കാൻ പോയതാ. ഇതിൽ ഒഴിക്കാൻ വെള്ളം വേണമെന്ന് ചോദിച്ചിട്ട് ചേച്ചി അപ്പോൾ തന്നെ വെള്ളം എടുത്തിട്ട് വെള്ളം എടുക്കാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. രാത്രി ആവാനുമായി, എന്തൊരു കഷ്ടമാണിത്. The dog doesn't know you. Dog doesn't know. Naga. It's full, man. No issues. Close it. Let's go. No. സമയം 5:34. ഇന്ന് ഫുഡ് തന്നെ കഴിച്ചിട്ടില്ല. രാവിലെ കഴിച്ച തന്നെയാണ്. ഇനി തപ്പം റെസ്റ്റോറൻറ്റിൽ നിർത്തിയിരിക്കണം. ഒരു സൈഡിൽ പേടിയും ഒരു സൈഡിൽ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കാം. നമ്മൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. വിശന്നിട്ട് പൂപ്പാടലിരിക്കണം. അയ്യോ, ലെറ്റ്സ് ഈറ്റ് ഗൈസ്. നല്ല ഇருக்கு. ഫുഡ് കൊള്ളാം ഗൈസ്. മൈക്കോണാക്കാൻ മറന്നുപോയി. പുറത്തുനിന്ന് നോക്കുമ്പോൾ വണ്ടി ഉഷാറ് കുട്ടപ്പനാണ്. അടിപൊളി ലുക്ക്. സൺസെറ്റ് ഒക്കെ എന്നാ ബ്യൂട്ടിയാണ്. നോക്കിയേ, ഇതെന്തത് വരച്ചിട്ടിരിക്കുക. അമ്മാരി ലുക്ക്. വയറൊക്കെ ഫുള്ളായി. വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഒക്കെ എന്തോ പ്രശ്നമുണ്ട്. വണ്ടി പുറത്തുനിന്ന് കാണുമ്പോൾ ലുക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. ബേഡാ സാധനം. സോ ഗൈസ്, ഓരോ 70-50 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ നിർത്തും. ഇതുപോലെ ചെക്ക് ചെയ്യും. ഓൻ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന്. ഇനിയും 214 കിലോമീറ്റർ ഓടിയാലേ നമ്മൾ എവിടെ എത്തുള്ളൂ, പോണ്ടിച്ചേരി എത്തുള്ളൂ ഗൈസ്. അത്രയും പോവാണ്ട്. എന്ത് ചെയ്യുമാവോ, ഒന്നും ചെയ്യാല്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ യാത്രേൻ്റെ ഒരു സുഖം. പിന്നെ പോണ്ടിച്ചേരി എത്തിയാൽ താമസമൊക്കെ അവിടെ റെഡിയാണ്. അങ്ങോട്ട് എത്തിക്കിട്ടണം. എത്തോ നോക്കാം. സോ ഗൈസ്, 150 കിലോമീറ്റർ അതിന് ശേഷം നമ്മൾ വണ്ടി ഓടിച്ചു. അപ്പോൾ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണെന്നാണ് തോന്നണേ. ഈ ചപ്രത്തലയൻ മൂടി തുറന്നിട്ട് തന്നെയാണ് വിഷയം എന്നാണെന്ന് എനിക്ക് തോന്നണേ. എന്നാലും നമ്മൾ നാളെ ഒന്ന് കൊണ്ടുപോയിട്ട് വണ്ടി കാണിക്കണം. അതായിരിക്കും എപ്പോഴും ബെറ്റർ. ടോൾ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്നേ വരെ ടോൾ കൊടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ടോൾ കൊടുത്ത് ശീലമില്ല. ഇതിൻ്റെ ടോളിൻ്റെ ആ സാധനത്തിന് എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നത്. എപ്പോഴും ചെന്നവിടെ അടിയൂല. ഓരെന്തോ ചെയ്യണം എന്നാലേ അടിയുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. ഇനി പോണ്ടിച്ചേരിക്ക് 10 കിലോമീറ്റേഴ്സ് മോർ. പോണ്ടിച്ചേരി ഫക്കീർ, how many kilometers?
ഇനി 123 കിലോമീറ്റർ കൂടി ഉള്ളൂ. അപ്പം വെച്ച് പിടിക്കാം. നമ്മളിതാ പോണ്ടിച്ചേരി റോട്ടിലോട്ട് കയറിയിരിക്കുന്നത്. ചെന്നൈ റോട്ടിലായിരുന്നു ഇത്രയും നേരം. ഇനി വെറും 53 കിലോമീറ്റർ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് എത്തുന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറന്ന് പോവാണ്. നമ്മളവിടെ പിന്നെ ഈ താമസിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറിനേഴ്സ് മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട് പോണ്ടിച്ചേരിയിൽ. അവിടെ പോയിട്ടാണ് നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊളിക്കും ഇന്ന് ഒക്കെ. ബാക്കിയെല്ലാം നാളെ വന്ന് അവിടെ എത്തിയിട്ട് നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. സോ കിടിലൻ റോഡാണ്, ഒരു രക്ഷയില്ല. അത് തകർത്ത് കിടക്കുകയാണ് റോഡ്. അപ്പോൾ പറന്നങ്ങോട്ട് പോട്ടെ. നമ്മൾ എത്തിപ്പെട്ട സ്ഥലം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാണിച്ചു തന്നെ തരണം. പക്ഷേ ഇന്ന് പീരീഡ് ആയതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഈ ഒരു മരത്തിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എമ്മാരി അടിപൊളിയാണ്. നോക്ക്, നമ്മൾ നിൽക്കുന്ന സ്റ്റേ നോക്ക്. അടിപൊളി, നല്ല രസമുണ്ട്. പണ്ടത്തെ ഒരു വീടിൻ്റെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇരിപ്പിടം നോക്ക്. സോ ഗൈസ്, ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാജഡി ദിവസമായിരുന്നു. പണിയോട് പണിയായിരുന്നു വണ്ടിക്ക്. എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. പക്ഷെ ഇപ്പം ഹാപ്പിയാണ്. അപ്പം ഈ റൂം നമുക്ക് എടുത്തു തന്നത് എൻ്റെ ഫ്രണ്ട് വിജയാണ്. അവൻ മെസ്സേജ് അയച്ചിട്ട് ആദ്യം വണ്ടീൻ്റെ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം പറഞ്ഞു നിങ്ങൾക്കുള്ള സ്റ്റേ അവിടെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചെക്കൻ ഇവിടെ സെറ്റാക്കി. എന്തായാലും അടിപൊളി സ്റ്റേ ആണ്. നാളെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കാണിച്ചു തരാം. അമ്മായി വൈബാന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ വന്ന് നോക്കുമ്പം ഇവിടുത്തെ വാച്ച്മാന് പുള്ളിക്കാരൻ മണിപ്പൂരിൽ നിന്നാണ്. നാഗാമീസ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് സംസാരിക്കുകയും ചെയ്യും. അക്കീറും മൂപ്പരും ഒരേ സംസാരം. ഇപ്പം പുറത്ത് പോയിട്ടുണ്ട്. അപ്പം അടിപൊളിയാണ്. നാളെ ബാക്കി ഫുൾ വിശേഷങ്ങളും കാണാം. വണ്ടി നാളെ ഒന്ന് വർക്ക്ഷോപ്പിലും കാണിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഇപ്പോൾ നമ്മൾ 200 സംതിങ് കിലോമീറ്റർ ഓടി വന്ന് ആ ക്യാപ്പ് അക്കീർ മര്യാദക്ക് മൂടിയില്ല. അതുകൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങൾ വന്നത്. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. സോ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. ബാക്കി ഈ റൂമിൻ്റെ വിശേഷങ്ങളും എല്ലാം നാളെ കാണിക്കാം. അതുവരെ ഗുഡ് ബൈ പറയുന്നതിന് മുന്നേ ഒരു താങ്ക്സ് കൂടി എല്ലാവരോടും പറയാം. അത്രക്കും മെസ്സേജും കോളുകളൊക്കെയാണ് നമുക്ക് വന്നത്. ജീപ്പ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അതിൽ കുറേ ആൾക്കാരെ നമ്മളെ കളിയാക്കിയിട്ട് മെസ്സേജ് അയച്ചാന്ന് വിശ്വസിക്കേണ്ട. ഓക്കെ, അതുപോലെ ഫ്യൂൽ അവർ ജീപ്പ് എന്ന് പറഞ്ഞ ക്യാമ്പയിനിൽ പങ്കെടുക്കുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അക്കൗണ്ട് നമ്മൾ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ബൈ ബൈ.